ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടുകൂടെ നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ച് തിരിക്കുക. ക്രിസ്തീയ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് കർത്താവിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, പാടുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ക്രൈസ്തവ പ്രായോഗിക ജീവിതം ഏത് മേഖലയിലായിരിക്കണം? വേദപുസ്തകം വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർക്ക് മാതൃകയായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാനാണ് സ്വർഗ്ഗം നമ്മളെ വിളിച്ചത്. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ജാതികളായിരുന്ന നമ്മെ കർത്താവിലേക്ക് ഒരിക്കലും കർത്താവ് ആകർഷിക്കത്തില്ലായിരുന്നു. ഒരു വ്യത്യസ്തത, ഒരു വേർതിരിവ് നമ്മളിൽ നിന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടാണ് ജാതികളായിരുന്ന, അല്ലെങ്കിൽ പാപികളായിരുന്ന, ശത്രുക്കളായിരുന്ന, ബലഹീനരായിരുന്ന നമ്മെ അവൻ തിരഞ്ഞെടുത്ത് അവൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവന്നു. അപ്പോഴെങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? ആ വാക്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത് വാക്യം, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 13-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിത്തിരിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അപ്പൊ കർത്താവ് എങ്ങനെയാണ് നമ്മളോട് ക്ഷമിച്ചല്ലേ? യേശു കർത്താവ് ഈ ലോകത്തിൽ വെച്ച് അനുഭവിച്ച ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ക്രൂശുമരണമാണ്. ആ ക്രൂശുമരണത്തിൽ ഒരു തെറ്റും ചെയ്യാതെ, അതുകൊണ്ടാണ് 5 കോടതികളിൽ 6 വട്ടം മാറി മാറി വിസ്തരിച്ചിട്ട് എല്ലാ കോടതികളും ഒരുപോലെ പറഞ്ഞൊരു സ്വരമുണ്ട്, യേശു ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഇവൻ നീതിമാനാണ് എന്ന് പറഞ്ഞാൽ അവസാനം ഹെരോദാവിൽ നിന്ന് പിലാത്തോസിന്റെ തീരുമാനത്തിലേക്ക് യേശുവിനെ വിടുവാൻ തക്കവണ്ണം വിടുക. അവനും വിസ്തരിച്ചിട്ടൊരു കുറ്റവും കണ്ടില്ല. അവസാനം ഇവനൊരു കുറ്റവും കാണുന്നില്ല, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു മാറുന്ന പിലാത്തോസിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, എല്ലാവരും ഒരുപോലെ കർത്താവിനെ പറ്റി പറഞ്ഞൊരു വാചകമാണ്, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അങ്ങനെയാണ് യേശുവിനെ ക്രൂശിച്ചത്. എന്തുകൊണ്ടാണ് കുറ്റാരോപിതനായില്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട് കുറ്റം തെളിയിക്കപ്പെടുമ്പോഴാണ് ശിക്ഷ നടപ്പാക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ ലൈഫിനോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. പക്ഷേ ആ ശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി മാറേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല എന്ന് നിയമങ്ങൾ പറഞ്ഞു വെച്ചപ്പോൾ അതിൻ്റെ നിവർത്തീകരണം എന്ന വണ്ണമാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിപ്പാൻ തക്കവണ്ണം ഇവിടെ 39 അടികൾ, 40-ൽ 39 അടികൾ യേശുവിനെ അടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ക്രൂശിച്ചു, 3 മേൽ തറയ്ക്കപ്പെട്ടു അർദ്ധനഗ്ന അവസ്ഥയിലേക്ക് യേശുവിനെ നടത്തുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നു. 115 കിലോ ഭാരമുള്ള പൈൻ എന്ന മരം കൊണ്ടുണ്ടാക്കിയ മരക്കുരിശിനെ ചുമന്നുകൊണ്ട് യേശു കർത്താവ് മുന്നോട്ട് പോകുന്നത് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായി പറയുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യം, കർത്താവ് ക്രൂശുമരണത്തോടെ അല്ലെങ്കിൽ ക്രൂശീകരണത്തിൻ്റെ ഏറ്റവും സ്തോത്രം അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്ത് കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട്, സ്തോത്രമല്ല, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസിൽ അവരറിയാഞ്ഞിട്ടല്ല ചെയ്തത്, പക്ഷേ കർത്താവിനറിയാം ഇവർ അറിയാതെയാണ് ചെയ്യുന്നത്. ഞാൻ ദൈവപുത്രൻ എന്നിവർ മനസ്സിലാക്കുന്നില്ല. ഈ ക്ഷമയാണ് കർത്താവിൻ്റെ ക്ഷമ. ആ ക്ഷമയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചത് പോലെ സ്തോത്രമല്ലേ നിങ്ങളും എന്ത് ചെയ്യണം? ക്ഷമിക്കണം എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവരപ്പെടുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഈ ക്ഷമയാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മൾ എങ്ങനെയാണ് ക്ഷമിച്ചത്? അതുകൊണ്ടല്ലേ എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, സ്തോത്രം, ഹല്ലേലൂയ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കിലേക്കാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായിരുന്നു ഹാബേൽ രക്തം സംസാരിച്ചത്? പ്രതികാരമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ രക്തം പ്രതികാരത്തിൻ്റെതായിരുന്നു. എന്നാൽ യേശുവിന്റെ രക്തം സ്നേഹത്തിൻ്റെയാണ്.
അതാണ് ഈ വാക്യം പ്രൈസിൽ അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പറഞ്ഞ എല്ലാറ്റിനും മീതെ അത് സ്തോത്രങ്ങൾ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം നിങ്ങൾ ധരിപ്പീൻ എന്ന് പറയുന്നതിൻ്റെ കാര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ വാഴട്ടെ. മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറയ്ക്കണം. കൃപ കൂടെ ഇരുന്നാണ് ബലപ്പെടുത്തിയാട്ട് അവിടെ കർത്താവ് അല്ലെങ്കിൽ ഞങ്ങളോട് ചെയ്യുന്ന ഞങ്ങളെ എതിർക്കുന്നവരെ, ഞങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരോട് കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിപ്പാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനാണ് സ്തോത്ര മഹത്വം അറിയിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.